പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്തയാഴ്ച ഇസ്രായേലിൽ ഔദ്യോഗികമായ സന്ദർശനം നടത്തും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധം, ഭീകരവാദ വിരുദ്ധ പോരാട്ടം തുടങ്ങിയ നിർണായകമായ വിഷയങ്ങളിലെ സഹകരണം മെച്ചപ്പെടുത്തുകയാണ് സന്ദർശനത്തിന്റെ പ്രധാന ലക്ഷ്യം. എല്ലാ മേഖലകളിലും ഭാരതവുമായുള്ള പങ്കാളിത്തം ശക്തമാക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൻ ജോസ് ചേർന്നത്. ഐസൻ, എത്രത്തോളം നിർണായകമാണ്, പ്രാധാന്യമുണ്ട് ഈ ഒരു സന്ദർശനം? തർക്കമില്ല. നമുക്കറിയാവുന്നതാണ്, 2017 നേരത്തെ സന്ദർശിച്ചിരുന്നത്. ഈ സന്ദർശനത്തിന് ശേഷം നിരവധി ധാരണകൾ ഭാരതവുമായി ഇസ്രയേലിന് സാധ്യമാകുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഈ അടുത്ത ദിവസങ്ങളിൽ, അതായത് ഗാസ സമാധാന ധാരണയുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾ നടക്കുന്ന വേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അവിടെ നടക്കുന്ന സംഭവ വികാസങ്ങളെ കുറിച്ചൊരു വിശദമായ വിവരങ്ങൾ ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേൽ പ്രധാനമന്ത്രി ധരിപ്പിക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ങ്ങളെല്ലാം തന്നെ കൂടിക്കാഴ്ചയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇസ്രായേൽ സന്ദർശനത്തിലേക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതുപോലെ തന്നെ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെയും കൂടിക്കാഴ്ചയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഈ കൂടിക്കാഴ്ചയിൽ ഏറ്റവും നിർണായകമാവുക ഭാരതവുമായുള്ള വിവിധ രംഗങ്ങളിലെ സഹകരണം. അത് സൈബർ സുരക്ഷയാകും, അതുപോലെ തന്നെ മറ്റു സുരക്ഷാ വിഷയങ്ങളും, അതുപോലെ തന്നെ മറ്റു വാണിജ്യ രംഗത്തെ സഹകരണങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്യുന്ന ഉഭയകക്ഷി ചർച്ചകൾ നിരവധിയായി നടക്കുമെങ്കിൽ കൂടി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി വരിക ഗാസ സമാധാന ചർച്ച സംബന്ധിച്ച വിഷയം തന്നെയായിരിക്കും. അക്കാര്യത്തിൽ ചില ചർച്ചകൾ ഉണ്ടാകുമെന്ന സൂചന തന്നെയാണ് ലഭ്യമാകുന്നത്. അന്താരാഷ്ട്ര തലത്തിലെ ചില ഇടപെടലുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് നേരത്തെ തന്നെ ചില റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ ഏറ്റവും നിർണായകമാകുന്നത് ഭാരതവുമായുള്ള ഉഭയകക്ഷി ബന്ധങ്ങൾ ശാക്തീകരിക്കുന്നതിനും അതുപോലെ തന്നെ മറ്റു നയതന്ത്ര രംഗങ്ങളിലുള്ള ശക്തമായ ഉറപ്പാക്കുന്നതിന്റെയും ഭാഗമായുള്ള ഒരു സന്ദർശനമായിരിക്കും ഉണ്ടാവുക എന്നാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ലോകം ഉറ്റുനോക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഭാരതത്തിന്റെ ഗാസ സമാധാന ചർച്ചയിലെ റോൾ തന്നെയായിരിക്കും. അതൊരു നിർണായകമായ ഘടകമായിരിക്കും. അതിന്റെ വിശദാംശങ്ങൾ അധികം വൈകാതെ ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ഫെബ്രുവരി അവസാനത്തോടുകൂടി സന്ദർശനം ഉണ്ടാകുമെന്ന സൂചനകളാണ് ഇപ്പോൾ ഔദ്യോഗികമായി പുറത്തു വന്നിരിക്കുന്നത്. എന്നാലും വിദേശകാര്യ മന്ത്രാലയത്തിന്റെ സ്ഥിരീകരണം കൂടി സന്ദർശന ദിവസം സംബന്ധിച്ച് ഇനിയും ലഭ്യമാകേണ്ടതുണ്ട്. ശരി, ഐസൻ ജോസാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.